നമസ്കാരം, ഗുഡ്നസ് ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. TP വധക്കേസിൽ പ്രതികൾക്ക് വധശിക്ഷയില്ല. ഇന്ത്യയുടെ അഭിമാനമായ ഗഗൻയാൻ ദൗത്യത്തിനായുള്ള സംഘാംഗങ്ങളെ പ്രഖ്യാപിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തിങ്കളാഴ്ച രാത്രി കാട്ടാനയുടെ ആക്രമണത്തിൽ യുവാവ് കൊല്ലപ്പെട്ട സംഭവത്തിൽ മൂന്നാറിൽ പ്രതിഷേധം ശക്തം. ബെൽത്തങ്ങാടി ക്വാറി തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് PV അൻവർ MLA വീണ്ടും ചോദ്യം ചെയ്ത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. പാകിസ്ഥാനിൽ അറബിക് പ്രിന്റുള്ള കുർത്ത ധരിച്ച യുവതിക്ക് നേരെ മതനിന്ദ ആരോപിച്ച് ആൾക്കൂട്ടാക്രമണം. വാർത്തകൾ വിശദമായി. TP ചന്ദ്രശേഖരൻ വധക്കേസിൽ കുറ്റക്കാരെന്ന് കണ്ടെത്തിയ പ്രതികളുടെ ശിക്ഷ വർദ്ധിപ്പിക്കാതെ ഹൈക്കോടതി. അതേസമയം ഏറ്റവും ഒടുവിൽ കേസിൽ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയ KK കൃഷ്ണൻ, ജ്യോതിബാബു എന്നിവർക്ക് ഹൈക്കോടതി ജീവപര്യന്തം തടവ് വിധിച്ചു. 20 വർഷം കഴിയാതെ പ്രതികൾക്ക് ശിക്ഷയിൽ ഇളവ് നൽകരുതെന്നും ഹൈക്കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. ജസ്റ്റിസ് AK ജയശങ്കരൻ നമ്പ്യാരും ജസ്റ്റിസ് കൗസർ എടപ്പകത്തും അടങ്ങിയ ബെഞ്ചിന്റേതാണ് വിധി. കേസിലെ 9 പ്രതികൾക്ക് ശിക്ഷ വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് ഹൈക്കോടതിയിൽ അപ്പീൽ നൽകിയിരിക്കുന്നത്. 1 മുതൽ 8 വരെയുള്ള പ്രതികളുടെയും 11ാം പ്രതിയുടെയും ശിക്ഷ വർദ്ധിപ്പിക്കണമെന്നായിരുന്നു ആവശ്യം. കേസിൽ പ്രതികൾക്ക് വധശിക്ഷ നൽകണമെന്നായിരുന്നു പ്രോസിക്യൂഷന്റെ ആവശ്യം. അതിക്രൂരമായ കൊലപാതകത്തിന് ജീവപര്യന്തം അപര്യാപ്തമാണ്. ആർക്കു വേണ്ടിയും എന്തിനു വേണ്ടിയുമാണ് TPയെ കൊന്നതെന്നത് പ്രധാനപ്പെട്ട ചോദ്യമാണ്. പ്രതികളുടെ ആരോഗ്യ പ്രശ്നം വധശിക്ഷ ഒഴിവാക്കാനുള്ള കാരണമല്ല. പെട്ടെന്നുള്ള പ്രകോപനമല്ല കൊലപാതകത്തിന് കാരണം. വർഷങ്ങൾ നീണ്ട വലിയ ഗൂഢാലോചനയും വൈരാഗ്യവും ഇതിന് പിന്നിലുണ്ട്. ജയിൽ റിപ്പോർട്ടിൽ പലതും മറച്ചുവെച്ചു. കോടതി ഇക്കാര്യം പരിശോധിക്കണമെന്നും പ്രോസിക്യൂഷൻ കോടതിയിൽ ചൂണ്ടിക്കാട്ടി. ചൊവ്വാഴ്ച 3 മണിക്കൂറോളമാണ് ഹൈക്കോടതിയിൽ വാദം നടന്നത്. പ്രതികൾക്ക് പരമാവധി ശിക്ഷ നൽകണമെന്നാവശ്യപ്പെട്ട പബ്ലിക് പ്രോസിക്യൂട്ടർ കുമാരൻകുട്ടി TPയെ എന്തിനുവേണ്ടി കൊലപ്പെടുത്തിയെന്ന കാരണം ഇതുവരെയും കണ്ടെത്താനായിട്ടില്ലെന്നും കോടതിയിൽ പറഞ്ഞു. ജയിലിൽ കഴിഞ്ഞ കാലത്ത് പ്രതികൾ ഏർപ്പെട്ട ക്രിമിനൽ പ്രവർത്തനങ്ങളും പ്രോസിക്യൂഷൻ കോടതിയിൽ ചൂണ്ടിക്കാട്ടി. പ്രതികളെക്കുറിച്ച് ജയിലുകളിൽ നിന്ന് നൽകിയ റിപ്പോർട്ട് പൂർണ്ണമല്ലെന്നും ഇത്തരം ക്രിമിനൽ പ്രവർത്തനങ്ങളെക്കുറിച്ച് റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടില്ലെന്നും പ്രോസിക്യൂഷൻ ആരോപിച്ചു. അതേസമയം TP ചന്ദ്രശേഖരന്റേത് ആദ്യത്തെ രാഷ്ട്രീയ കൊലപാതകമല്ലായിരുന്നായിരുന്നു പ്രതിഭാഗത്തിന്റെ വാദം. വിചാരണ കോടതിയിൽ എല്ലാ കാര്യങ്ങളും അവതരിപ്പിച്ചിട്ടുണ്ട്. അതിൽ കൂടുതലായി പ്രോസിക്യൂഷൻ ഒന്നും അവതരിപ്പിച്ചിട്ടില്ല. അതിനാൽ പരമാവധി ശിക്ഷയായ വധശിക്ഷയിലേക്ക് പോകരുതെന്നും പ്രതിഭാഗം ചൊവ്വാഴ്ച കോടതിയിൽ പറഞ്ഞു. ശിക്ഷ വർദ്ധിപ്പിക്കുന്നതിൽ തീരുമാനമെടുക്കുന്നതിനായി പ്രൊബേഷൻ ഓഫീസറുടെ റിപ്പോർട്ട്, പ്രതികൾ ജയിലിൽ ചെയ്ത ജോലികൾ സംബന്ധിച്ച് കണ്ണൂർ, തൃശൂർ, തവനൂർ ജയിൽ സൂപ്രണ്ടുമാരുടെ റിപ്പോർട്ട്, പ്രതികളുടെ മാനസികാരോഗ്യാവസ്ഥയെക്കുറിച്ചുള്ള റിപ്പോർട്ട് എന്നിവയും കോടതി പരിശോധിച്ചു. ഇവയുടെ പകർപ്പ് തങ്ങൾക്ക് ലഭിച്ചില്ലെന്ന തർക്കം പ്രതിഭാഗം ഉന്നയിച്ചതിനെ തുടർന്നാണ് ഹർജികൾ ചൊവ്വാഴ്ച പരിഗണിക്കാനായി മാറ്റിയത്. ഇന്ത്യയുടെ അഭിമാനമായ ഗഗൻയാൻ ദൗത്യത്തിനായുള്ള സംഘാംഗങ്ങളെ പ്രഖ്യാപിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പാലക്കാട് സ്വദേശിയായ വ്യോമസേന ഗ്രൂപ്പ് ക്യാപ്റ്റൻ പ്രശാന്ത് ബാലകൃഷ്ണൻ, ഗ്രൂപ്പ് ക്യാപ്റ്റൻ അങ്കദ് പ്രതാപ്, അജിത് കൃഷ്ണൻ, വിംഗ് കമാൻഡർ ശുഭാൻശു ശുക്ല എന്നിവരാണ് ഗഗൻയാൻ ദൗത്യത്തിനായി പരിശീലനത്തിനുള്ളവർ. തുമ്പ VSSCയിൽ നടന്ന ചടങ്ങിൽ ഇവർ 4 പേരെയും വേദിയിലേക്ക് ക്ഷണിച്ചുകൊണ്ടാണ് നരേന്ദ്രമോദി പ്രഖ്യാപനം നടത്തിയത്. ഗഗൻയാൻ ദൗത്യത്തിനുള്ള ബഹിരാകാശ സഞ്ചാരികളായി തെരഞ്ഞെടുക്കപ്പെട്ട 4 പേർക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആസ്ട്രോനട്ട് ബാഡ്ജുകളും സമ്മാനിച്ചു. ഗഗൻയാൻ യാത്രയ്ക്കുള്ള സംഘത്തെ മലയാളിയായ പ്രശാന്ത് ബാലകൃഷ്ണനായിരിക്കും നയിക്കുക. പാലക്കാട് നെന്മാറ സ്വദേശി പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ 1999 വ്യോമസേനയിൽ ചേരുന്നത്. ഇപ്പോൾ വ്യോമസേനയിൽ ഗ്രൂപ്പ് ക്യാപ്റ്റനാണ്. ഇന്ത്യയുടെ മനുഷ്യനെ വഹിച്ചുള്ള ആദ്യ ബഹിരാകാശ ദൗത്യത്തിന്റെ തലവൻ മലയാളിയാണെന്നത് കേരളത്തിന് അഭിമാന നിമിഷമായി മാറിയിരിക്കുകയാണ്. 4 പേരിൽ 3 പേരായിരിക്കും ബഹിരാകാശത്തേക്ക് പോവുക. 4 പേരും ഇന്ത്യൻ വ്യോമസേനയിലെ പൈലറ്റുമാരാണ്. തുമ്പയിലെ VSSCയിൽ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനത്തിനൊപ്പമാണ് ഗഗൻയാൻ ദൗത്യ സംഘാംഗങ്ങളെ ആദ്യമായി ലോകത്തിന് മുന്നിൽ പരിചയപ്പെടുത്തുന്ന സുപ്രധാന ചടങ്ങ് നടന്നത്. തിരുവനന്തപുരം VSSCയിലെത്തി നരേന്ദ്രമോദി ഗഗൻയാൻ പദ്ധതിയുടെ പുരോഗതി വിലയിരുത്തി. VSSCയിലെ പുതിയ ട്രൈസോണിക് വിൻഡ് ടണൽ, മഹേന്ദ്രഗിരി പ്രൊപ്പൽഷൻ കോംപ്ലക്സിലെ സെമി ക്രയോജനിക് ഇന്റഗ്രേറ്റഡ് എഞ്ചിൻ ആൻഡ് സ്റ്റേജ് ടെസ്റ്റ് ഫെസിലിറ്റി, ശ്രീഹരിക്കോട്ടയിലെ പുതിയ PSLV ഇന്റഗ്രേഷൻ ഫെസിലിറ്റി എന്നീ പദ്ധതികളുടെ ഉദ്ഘാടനമാണ് പ്രധാനമന്ത്രി നിർവഹിച്ചത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ, ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ, കേന്ദ്രമന്ത്രി V മുരളീധരൻ, ISRO ചെയർമാൻ ഡോക്ടർ S സോമനാഥ് തുടങ്ങിയവരും പങ്കെടുത്തിരുന്നു. ഇന്ത്യയുടെ ബഹിരാകാശ ഗവേഷണ രംഗത്തിന് വലിയ മുതൽക്കൂട്ടാകാൻ പോകുന്ന 3 പദ്ധതികളാണ് ഉദ്ഘാടനം ചെയ്യുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. വിക്രം സാരാഭായ് സ്പേസ് സെന്ററിലെ പരിപാടിക്ക് ശേഷം സെൻട്രൽ സ്റ്റേഡിയത്തിൽ BJP സംസ്ഥാന അധ്യക്ഷൻ
കെ സുരേന്ദ്രൻ നയിക്കുന്ന കേരള പദയാത്രയുടെ സമാപന സമ്മേളനത്തിൽ നരേന്ദ്രമോദി പങ്കെടുത്തിരുന്നു. തുടർന്ന് തമിഴ്നാട്ടിലേക്ക് പോകും. പൂഞ്ഞാർ ഫെറോന പള്ളി അസിസ്റ്റന്റ് വികാരിയെ പള്ളിമുറ്റത്ത് വെച്ച് അപായപ്പെടുത്താൻ ശ്രമിച്ച നടപടി അത്യന്തം ദൗർഭാഗ്യകരമെന്ന് ഇടുക്കി രൂപതാ മെത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നേൽ. ഇടുക്കി രൂപതയുടെ നേതൃത്വത്തിൽ പാറത്തോട് നടന്ന പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ദേവാലയത്തിൽ വിശ്വാസ സമൂഹം ആരാധന നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അനധികൃതമായി ദേവാലയമുറ്റത്ത് കടന്നുകയറി അലങ്കോലം സൃഷ്ടിക്കുകയും അത് തടയാൻ ശ്രമിച്ച വൈദികനെ അപായപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്ത സംഭവം ദൗർഭാഗ്യകരവും പ്രതിഷേധാർഹവുമാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി. യാദൃച്ഛികമായി സംഭവിച്ച ഒറ്റപ്പെട്ട സംഭവമായി പൂഞ്ഞാറിലെ അക്രമ സംഭവത്തെ കാണാൻ കഴിയുകയില്ല. കഴിഞ്ഞ കുറെ കാലങ്ങളായി പൂഞ്ഞാറിലും പരിസര പ്രദേശങ്ങളിലുമായി അരങ്ങേറുന്ന സംഭവങ്ങൾ രാജ്യത്തിന്റെ മതേതര സങ്കല്പങ്ങളെ അപജയപ്പെടുത്തുന്നവയാണ്. ഏതൊരു വിശ്വാസ സമൂഹത്തിനും അവരുടെ വിശ്വാസം സംരക്ഷിക്കുന്നതിന് ഭരണഘടന അനുവദിക്കുന്ന നമ്മുടെ രാജ്യത്ത് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കുന്നതിനുള്ള ജാഗ്രത ഭരണകൂടങ്ങൾ പുലർത്തേണ്ടതാണ്. എല്ലാ മതങ്ങളും മതവിശ്വാസികളും പരസ്പര ബഹുമാനത്തോടുകൂടി വർദ്ധിക്കേണ്ട നമ്മുടെ രാജ്യത്ത് ന്യൂനപക്ഷങ്ങളെ ആക്രമിക്കുകയും അവരുടെ ആരാധനാ സ്വാതന്ത്ര്യവും ഹനിക്കുകയും ചെയ്യുന്ന നടപടി വലിയ പ്രത്യാഘാതങ്ങൾക്ക് ഇടവരുത്തുമെന്ന് അദ്ദേഹം പറഞ്ഞു. വളരെ വേദനാജനകവും അപലപനീയവുമായ കാര്യമാണ് പാലാരൂപതയിലെ പൂഞ്ഞാർ ഇടവകപ്പള്ളിയിൽ സംഭവിച്ചത്. ആരാധനയ്ക്ക് തടസ്സമാകുന്ന രീതിയിൽ വാഹനങ്ങൾ കൈകാര്യം ചെയ്ത ചെറുപ്പക്കാരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുവാൻ പരിശ്രമിച്ച പള്ളിയിലെ അസിസ്റ്റന്റ് വികാരിയെ വാഹനം ഇടിപ്പിച്ച് അപായപ്പെടുത്തുവാൻ ശ്രമിച്ച വളരെ ഹീനമായ കൃത്യത്തിന് നമ്മുടെ ഈ പൊതുസമൂഹം സാക്ഷ്യം വഹിക്കേണ്ടി വന്നത് എത്രയോ വേദനാജനകമായ കാര്യമാണ്. ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ വിവിധ മതസംസ്കാരങ്ങൾ തമ്മിൽ സാഹോദര്യബന്ധം പുലർത്തിയിരുന്ന ഒരു നാട്ടിൽ ആ സാഹോദര്യത്തെ തകർക്കുവാനായി തൽപരകക്ഷികൾ പരിശ്രമിക്കുന്ന ഈ സാഹചര്യം, അത് ഇടുക്കി രൂപത ഈ സംഭവത്തെ ശക്തമായിട്ട് അപലപിക്കുന്നു. ഇവിടെ ദുഃഖമനുഭവിക്കുന്ന, വേദന അനുഭവിക്കുന്ന ഈ വൈദികനോട്, ആ ഇടവക സമൂഹത്തോട്, പാലാരൂപതയോട് ഇടുക്കി രൂപത ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയാണ്. അതുപോലെ തന്നെ ഇതിൽ കുറ്റവാളികളായിട്ടുള്ളവരെ കണ്ടെത്തി മാതൃകാപരമായി ശിക്ഷിക്കുകയും എന്താണ് ഇതിന്റെ കാരണമെന്ന് വ്യക്തമായി അന്വേഷിച്ച് ബന്ധപ്പെട്ട അധികാരികൾ കണ്ടുപിടിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ സർക്കാരിനോട് ആവശ്യപ്പെടുകയാണ്. ഈ കേരള സമൂഹത്തിൽ എല്ലാവിധ ജനവിഭാഗങ്ങൾക്കും സമാധാനത്തോടെ തങ്ങളുടെ വിശ്വാസം കാത്തുസൂക്ഷിക്കുവാനും ആരാധന നടത്തുവാനും പരിപാവനമായ തങ്ങളുടെ വിശ്വാസങ്ങളെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് സൂക്ഷിക്കുവാനുമുള്ള സൗകര്യവും സംരക്ഷണവും നൽകേണ്ടത് സർക്കാരാണ്. ഈ കാര്യത്തെ അനാസ്ഥ വെടിഞ്ഞ് അന്വേഷണം നടത്തി ഉചിതമായ നടപടികളിലേക്ക് നീങ്ങണമെന്ന് ഞങ്ങൾ ശക്തിയോടെ ആവശ്യപ്പെടുകയാണ്. എന്നാൽ കേരളത്തിലെമ്പാടും വിശേഷിച്ച് മലയോര ജില്ലകളിൽ അനുദിനം വർദ്ധിച്ചു വരുന്ന വന്യജീവി ആക്രമണവും തലഫലമായി ജനങ്ങളിൽ ഉണ്ടായിട്ടുള്ള ഭയവും ആശങ്കകളും കാർഷിക മേഖലകളിലെ പ്രതിസന്ധികളും ഭരണാധികാരികൾ വേണ്ടത്ര ഗൗരവമായി പരിഗണിക്കുന്നില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ആക്രമണത്തിൽ കൊല ചെയ്യപ്പെടുന്നവരുടെയും തകർന്ന് തരിപ്പണമാകുന്ന കുടുംബങ്ങളുടെയും എണ്ണം സമൂഹ മനസാക്ഷിയെ ഭയപ്പെടുത്തുന്ന വിധം വർദ്ധിച്ചു വരികയാണ്. കർഷകർക്ക് അർഹമായ സുരക്ഷയും ഇരകൾക്ക് സാമ്പത്തിക സഹായങ്ങളും നൽകുന്നതിൽ പരാജയപ്പെടുന്ന ഭരണകൂട നിലപാടുകൾ പ്രതിഷേധാർഹമാണ്. ജനങ്ങളുടെ ജീവന് ഭീഷണിയാകുന്ന വന്യമൃഗങ്ങളെ വെടിവെച്ച് കൊല്ലുവാനായിട്ടുള്ള നിയമങ്ങൾ ഈ രാജ്യത്ത് ഉണ്ടാകണം. വനനിയമത്തിൽ അതിനാവശ്യമായിട്ടുള്ള ഭേദഗതികൾ വരുത്തണം. പാവപ്പെട്ട ജനങ്ങൾക്ക് സുരക്ഷിതമായിട്ട് ജീവിക്കുവാൻ കഴിയാത്ത, പ്രത്യേകിച്ച് കാർഷിക മേഖല അധിവസിക്കുന്ന ജനങ്ങൾക്ക് സുരക്ഷിതമായിട്ട് ജീവിക്കുവാൻ കഴിയാത്ത സ്ഥിതിവിശേഷമാണ് കേരളത്തിന്റെ മലയോര മേഖലകളിൽ ഉള്ളത്. ഈ മലയോര മേഖലകളിൽ വയനാടും അതുപോലെ തന്നെ ഇടുക്കിയും എല്ലാം പെടുന്നതാണ്. നമ്മളെല്ലാം ഇതിന്റെ ആശങ്കകളിൽ പെട്ടതാണ്. അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ അധിവസിക്കുന്ന ജനങ്ങൾ ഇതിന്റെ ആശങ്കകളിൽ, ഭീഷണിയിൽ മുഴുകിയിരിക്കുന്ന ആളുകളാണ്. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് കടുവ ഇറങ്ങിയത് നമുക്കറിയാം. നമ്മുടെ വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിൽ, പ്രത്യേകിച്ച് രാജകുമാരിക്കപ്പുറം ചിന്നക്കനാലിലും സിംഗുകണ്ടത്തുമെല്ലാം എത്രയോ തൊഴിലാളികളാണ് കാട്ടാനയുടെ ചവിട്ടേറ്റ് മരണമടഞ്ഞിട്ട് കൊല്ലപ്പെട്ടത്. ഈ കാര്യത്തിന് പരിഹാരമുണ്ടാക്കുവാനായിട്ട്
സർക്കാർ അടിയന്തരമായിട്ട് ഇടപെടണം. കേവലം വാഗ്ദാനങ്ങൾ പോരാ, വ്യക്തമായ ഇടപെടലുകൾ, നിയമനിർമ്മാണം, നടപടികളാണ് ആവശ്യം. ഭരണാധികാരികളുടെ കുറ്റകരമായ അനാസ്ഥയും പൊള്ളയായ വാഗ്ദാനങ്ങളും അവസാനിപ്പിച്ച് ക്രിയാത്മകമായ ഇടപെടലുകൾ നടത്തുകയും നിയമങ്ങളിൽ ആവശ്യമായ ഭേദഗതികൾ വരുത്തുകയും ചെയ്ത് ജനപക്ഷത്തു നിന്ന് പ്രവർത്തിക്കണമെന്ന് അദ്ദേഹം സർക്കാരിനോട് ആവശ്യപ്പെട്ടു. കത്തോലിക്ക കോൺഗ്രസ് ഇടുക്കി രൂപതാ പ്രസിഡന്റ് ജോർജ് കോയിക്കൽ അവതരിപ്പിച്ച പ്രതിഷേധ പ്രമേയ യോഗം ഐക്യകണ്ഠേന പാസാക്കി. പാറത്തോട് ടൗണിൽ ചേർന്ന പ്രതിഷേധ യോഗത്തിൽ രൂപതാ വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസ് പ്ലാച്ചിക്കൽ അധ്യക്ഷത വഹിച്ചു. ഫാദർ തോമസ് പഞ്ഞിക്കുന്നേൽ, ഫാദർ സെബാസ്റ്റ്യൻ കൊച്ചുപുരയ്ക്കൽ, ഫാദർ ജോസ് നരിത്തൂക്കിൽ, ഫാദർ ജോർജ് തകിടിയൽ, ഫാദർ ജോസഫ് തച്ചുകുന്നേൽ, ഫാദർ ജിൻസ് കാരക്കാട്ട്, ജെറിൻ ജെ പട്ടാങ്കുളം, ഷാജി വൈക്കത്തുപറമ്പിൽ, സോജൻ ഊന്നനാൽ, സണ്ണി പാറയ്ക്കൽ, പോൾ തട്ടാമ്പറമ്പിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. നിരവധി വൈദികരും സമർപ്പിതരും വിശ്വാസികളും യോഗത്തിൽ പങ്കെടുത്തിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളും എക്സാലോജിക് കമ്പനി ഡയറക്ടറുമായ വീണ വിജയനെതിരായ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷണത്തിൽ നിലപാട് വ്യക്തമാക്കി ഹൈക്കോടതി. SFIO അന്വേഷണത്തെ സ്വാഗതം ചെയ്യുകയാണ് സംസ്ഥാന വ്യവസായ വികസന കോർപ്പറേഷൻ ചെയ്യേണ്ടിയിരുന്നതെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. SFIO അന്വേഷണത്തിനെതിരെ KSIDC സമർപ്പിച്ച ഹർജി പരിഗണിക്കുമ്പോഴായിരുന്നു ഹൈക്കോടതിയുടെ പരാമർശം. അന്വേഷണം സ്റ്റേ ചെയ്യാനാവില്ലെന്ന് ഹർജി ആദ്യം പരിഗണിച്ചപ്പോൾ തന്നെ കോടതി അറിയിച്ചിരുന്നു. CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാടിൽ അറിവില്ലെന്നും വിവാദമുണ്ടായപ്പോൾ തന്നെ CMRLനോട് ഓഹരി പങ്കാളിയെന്ന നിലയിൽ വിശദീകരണം ചോദിച്ചിരുന്നെന്നും KSIDC വ്യക്തമാക്കി. KSIDCയുടെ ഹർജിയിൽ കക്ഷി ചേരാൻ ഷോൺ ജോർജ് നൽകിയ അപേക്ഷയും അനുവദിക്കരുതെന്നുള്ള KSIDCയുടെ എതിർ സത്യവാങ്മൂലം ഹൈക്കോടതി പരിശോധിക്കും. തങ്ങൾക്ക് ബന്ധമില്ലെന്നതിനാൽ SFIO അന്വേഷണം റദ്ദാക്കണമെന്നാണ് KSIDCയുടെ ആവശ്യം. അതേസമയം SFIO അന്വേഷണം റദ്ദാക്കണമെന്ന് എക്സാലോജിക് സൊല്യൂഷൻസ് കർണാടക ഹൈക്കോടതിയിൽ നൽകിയ ഹർജി തള്ളിയിരുന്നു. 57 കമ്പനികളിൽ നിക്ഷേപമുണ്ട് എന്നാണ് KSIDC അറിയിച്ചിരിക്കുന്നത്. ഹൈക്കോടതിയെ അറിയിച്ച് ഹർജി പരിഗണിക്കുന്നത് അടുത്ത മാസം 12 മാറ്റിയിരിക്കുകയാണ്. ബെൽത്തങ്ങാടി ക്വാറി തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് PV അൻവർ MLA വീണ്ടും ചോദ്യം ചെയ്ത എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. കൊച്ചി ഓഫീസിലാണ് ചോദ്യം ചെയ്യൽ. ഈ കേസുമായി ബന്ധപ്പെട്ട് ഇതിനു മുൻപും PV അൻവറിനെ ED ചോദ്യം ചെയ്തിരുന്നു. കർണാടക ബെൽത്തങ്ങാടി താലൂക്കിൽ തണ്ണീരുബന്ധ പഞ്ചായത്തിലെ ക്രഷറിൽ ഓഹരി പങ്കാളിത്തം വാഗ്ദാനം ചെയ്ത് പ്രവാസി എഞ്ചിനീയറിൽ നിന്നും 50 ലക്ഷം രൂപ വാങ്ങി ലാഭവിഹിതം നൽകാതെ വഞ്ചിച്ചെന്നാണ് കേസ്. മുൻപ് നടന്ന ചോദ്യം ചെയ്യലിൽ സ്വർണ്ണ ഇടപാടുകൾ, ആഫ്രിക്കയിലെ ബിസിനസ് സംബന്ധിച്ച വിവരങ്ങളും ED തേടിയതായി റിപ്പോർട്ടുണ്ടായിരുന്നു. ഈ കേസ് സിവിൽ സ്വഭാവമുള്ളതാണെന്ന് കാണിച്ച് ക്രൈംബ്രാഞ്ച് നേരത്തെ കോടതിയിൽ റിപ്പോർട്ട് നൽകിയിരുന്നു. ഇത് തള്ളിയാണ് അന്വേഷണം നടത്താൻ കോടതി ഉത്തരവിട്ടത്. തിങ്കളാഴ്ച രാത്രി കാട്ടാനയുടെ ആക്രമണത്തിൽ യുവാവ് കൊല്ലപ്പെട്ട സംഭവത്തിൽ മൂന്നാറിൽ ജനരോഷം. തിങ്കളാഴ്ച രാത്രി 9:30യോടെയായിരുന്നു യാത്രക്കാരുമായി സഞ്ചരിച്ച ഓട്ടോ ഒറ്റയാൻ ആക്രമിച്ചത്. വാഹനം കുത്തിമറിച്ചിട്ട ഒറ്റയാൻ തെറിച്ചു വീണ മണിയെ തുമ്പിക്കൈയിൽ ചുഴറ്റിയെടുത്ത് എറിയുകയായിരുന്നു. കന്നിമല എസ്റ്റേറ്റ് ഫാക്ടറിയിൽ ജോലി കഴിഞ്ഞ് തൊഴിലാളികളുമായി വീട്ടിലേക്ക് മടങ്ങവെയായിരുന്നു കാട്ടാനയുടെ ആക്രമണം നടന്നത്. കന്നിമല എസ്റ്റേറ്റിൽ തിങ്കളാഴ്ച രാവിലെ തന്നെ കാട്ടാനയെ കണ്ടപ്പോൾ അതിനെ തുരത്തി കാട് കയറ്റാനുള്ള നടപടികളോ മുൻകരുതൽ നടപടികളോ വനം വകുപ്പ് അധികൃതർ സ്വീകരിച്ചിരുന്നുവെങ്കിൽ സുരേഷ് കുമാർ എന്ന മണിക്ക് ജീവൻ നഷ്ടപ്പെടില്ലായിരുന്നുവെന്ന് കുടുംബവും നാട്ടുകാരും. ആനയെ കണ്ട വിവരം രാവിലെ തന്നെ വാട്സപ്പിലൂടെ മണിയും മറ്റു പലരും അറിയിച്ചിരുന്നുവെന്നാണ് ഇവർ പറയുന്നത്. സംഭവത്തിൽ പ്രതിഷേധിച്ച് നാട്ടുകാർ റോഡുകൾ ഉപരോധിച്ചിരുന്നു. മണിയുടെ കുടുംബത്തിന് 5 ലക്ഷം രൂപ നഷ്ടപരിഹാരം കൈമാറാനുള്ള ധാരണയും ഉണ്ടായിട്ടുണ്ട്. തിങ്കളാഴ്ച രാത്രി 9:30യോടെയായിരുന്നു യാത്രക്കാരുമായി സഞ്ചരിച്ച ഓട്ടോ ഒറ്റയാൻ ആക്രമിച്ചത്. വാഹനം കുത്തിമറിച്ചിട്ട് ഒറ്റയാൻ തെറിച്ചു വീണ മണിയെ തുമ്പിക്കൈയിൽ ചുഴറ്റിയെടുത്ത് എറിയുകയായിരുന്നു. കന്നിമല എസ്റ്റേറ്റ് ഫാക്ടറിയിൽ ജോലി കഴിഞ്ഞ തൊഴിലാളികളുമായി വീട്ടിലേക്ക് മടങ്ങവെയായിരുന്നു കാട്ടാനയുടെ ആക്രമണം. മണിയെ കൂടാതെ 4 പേർ ഓട്ടോയിലുണ്ടായിരുന്നു. ഇവരിൽ ഒരു കുട്ടിയടക്കം 3 പേർക്ക് പരിക്കുകളുണ്ട്. ഈ വർഷം ഇടുക്കിയിൽ 4 പേർക്കാണ് കാട്ടാനയുടെ ആക്രമണത്തിൽ ജീവൻ നഷ്ടമായത്. പാകിസ്ഥാനിൽ അറബിക് പ്രിന്റുകളുള്ള കുർത്ത ധരിച്ചതിന് ജനക്കൂട്ടം ആക്രമിച്ച യുവതിയെ രക്ഷിച്ചു പോലീസ്. ഭർത്താവിനൊപ്പം റെസ്റ്റോറന്റിലെത്തിയ യുവതിയാണ് ആൾക്കൂട്ടത്തിന്റെ വിചാരണയ്ക്ക് ഇരയായത്. യുവതി ധരിച്ച കുർത്തയിൽ പ്രിന്റ് ചെയ്ത അറബിക് അക്ഷരങ്ങൾ ഖുറാൻ വാക്യങ്ങളാണെന്ന് ആക്രമികൾ തെറ്റിദ്ധരിക്കുകയായിരുന്നു. ഇതോടെ യുവതി മറുനിന്ദ നടത്തിയെന്നാരോപിച്ച് ആൾക്കൂട്ടം യുവതിയെ വളയുകയായിരുന്നു. പാകിസ്ഥാനിലെ ലാഹോറിലെ റെസ്റ്റോറന്റിലാണ് സംഭവം. തന്റെ ഭർത്താവിനൊപ്പം ഭക്ഷണം കഴിക്കാനെത്തിയ സ്ത്രീയാണ് ആൾക്കൂട്ട ആക്രമണത്തിന് ഇരയായത്. കുർത്തയിലെ അറബിക് പ്രിന്റുകൾ ഖുറാൻ വാക്യങ്ങളാണെന്ന് തെറ്റിദ്ധരിച്ച ആളുകൾ സ്ത്രീയെ തടയുകയും ഖുറാനോട് സ്ത്രീ അനാദരവ് കാട്ടിയെന്നും ആരോപിക്കുകയും ചെയ്യുകയായിരുന്നു.
ആൾക്കൂട്ടം സ്ത്രീക്ക് മുന്നിൽ മുദ്രാവാക്യം വിളിക്കുകയും വധഭീഷണി മുഴക്കുകയും ചെയ്തിരുന്നു. കുർത്ത ഉടൻ ദേഹത്തുനിന്നു മാറ്റാൻ ജനം ആക്രോശിച്ചതോടെ ചിലർ പോലീസിനെ വിവരമറിയിച്ചു. സംഭവ സ്ഥലത്തെത്തിയ ASP സയീദ ഷെഹർബാനോ നഖ്വി ജനകൂട്ടവുമായി സംസാരിച്ച് രംഗം ശാന്തമാക്കി. തുടർന്ന് യുവതിയെ ആൾക്കൂട്ടത്തിൽ നിന്ന് രക്ഷിച്ച് ജീപ്പിൽ കയറ്റിക്കൊണ്ടുപോകുകയായിരുന്നു. പോലീസ് ഉദ്യോഗസ്ഥ ജനക്കൂട്ടത്തോട് സംസാരിക്കുന്നതിന്റെയും ആളുകൾ യുവതിക്ക് ചുറ്റും നിന്ന് മുദ്രാവാക്യം മുഴക്കുമ്പോൾ യുവതി കൈകൊണ്ട് മുഖം മറയ്ക്കുന്നതിന്റെയും വീഡിയോ പോലീസ് പങ്കുവച്ചിരുന്നു. സംഭവത്തിന്റെ ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. മദ്യനയ അഴിമതി കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഇന്നലെയും EDക്ക് മുന്നിൽ ഹാജരായില്ല. 7ാം തവണയാണ് ED കെജ്രിവാളിന് സമൻസ് അയക്കുന്നത്. വിഷയം കോടതിയുടെ പരിഗണനയിലാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കെജ്രിവാൾ ചോദ്യം ചെയ്യലിന് ഹാജരാകാത്തത്. അതേസമയം കേന്ദ്ര സർക്കാർ സമ്മർദ്ദമുണ്ടാക്കാനാണ് ശ്രമിക്കുന്നതെന്നും ഒരു കാരണവശാലും പ്രതിപക്ഷ സഖ്യമായ ഇന്ത്യ മുന്നണി വിടില്ലെന്നും AAP നേതാക്കൾ വ്യക്തമാക്കി. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ എല്ലാ സമൻസുകളും നിയമവിരുദ്ധമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഡൽഹി മുഖ്യമന്ത്രി ഒഴിവാക്കിയത്. 7ാമത്തെ സമൻസ് കൂടാതെ ഫെബ്രുവരി 14, ഫെബ്രുവരി 2, ജനുവരി 18, ജനുവരി 3, 2023, ഡിസംബർ 22, നവംബർ 2 തീയതികളിലാണ് നേരത്തെ ED സമൻസ് നൽകിയത്. ഫെബ്രുവരി 17 എക്സൈസ് പോളിസി കേസിൽ 5 സമൻസുകൾ ഒഴിവാക്കിയതിന് EDയുടെ പരാതിയുമായി ബന്ധപ്പെട്ട് മാർച്ച് 16 നേരിട്ട് ഹാജരാകാൻ ഡൽഹി കോടതി കെജ്രിവാളിനോട് ആവശ്യപ്പെട്ടിരുന്നു. അതേസമയം ഡൽഹി മദ്യനയ അഴിമതി കേസുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യലിനായി CBI നൽകിയ നോട്ടീസ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ഭാരത് രാഷ്ട്രസമിതി നേതാവും മുൻ തെലങ്കാന മുഖ്യമന്ത്രി ചന്ദ്രശേഖര റാവുവിന്റെ മകളുമായ K. കവിത CBIക്ക് കത്ത് നൽകി. തിങ്കളാഴ്ച ഡൽഹിയിൽ CBI അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ടതിന് പിന്നാലെയാണ് കവിത കത്ത് നൽകിയത്. പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ തെലങ്കാനയിൽ തന്റെ വ്യക്തിപരമായ സാന്നിധ്യം ആവശ്യമാണെന്നാണ് കവിത കത്തിൽ ചൂണ്ടിക്കാട്ടുന്നത്. അടുത്ത വാരാന്ത്യത്തിൽ തന്നെ ഗാസയിലെ വെടിനിർത്തൽ നടപടികൾ ആരംഭിക്കാനാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായി US പ്രസിഡന്റ് ജോ ബൈഡൻ. ഇസ്രയേൽ ഹമാസ് യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള ഉടമ്പടിക്ക് സമീപം എത്തിയതായി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അറിയിച്ചിട്ടുണ്ടെന്ന് ബൈഡൻ വ്യക്തമാക്കി. അടുത്ത തിങ്കളാഴ്ച തന്നെ വെടിനിർത്തൽ സാധ്യമാകുമെന്നാണ് പ്രതീക്ഷയെന്നും ബൈഡൻ പറഞ്ഞു. ഹമാസ് പ്രതിനിധികൾ ഉൾപ്പെടെ വിവിധ നേതാക്കൾ പാരീസിൽ നടത്തിയ കൂടിക്കാഴ്ചയിൽ താൽക്കാലിക വെടിനിർത്തൽ, ബന്ദികളെ മോചിപ്പിക്കൽ എന്നിവയെ സംബന്ധിച്ച് ധാരണയിലെത്തിയതായി വൈറ്റ് ഹൌസ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജേക്ക് സള്ളിവൻ ഞായറാഴ്ച പ്രതികരിച്ചിരുന്നു. റംസാൻ വ്രതം ആരംഭിക്കുന്നതിന് മുൻപ് വിഷയത്തിൽ അനുകൂലമായ തീരുമാനത്തിലെത്താനാകുമെന്നുള്ള പ്രതീക്ഷ ഈജിപ്ഷ്യൻ മാധ്യമങ്ങളും പങ്കുവച്ചു. ചില വിട്ടുവീഴ്ചകൾക്ക് ഹമാസ് തയ്യാറായേക്കുമെന്നും റിപ്പോർട്ടുണ്ട്. പലസ്തീൻ അതിർത്തിയിൽ മനുഷ്യജീവിതം കൂടുതൽ പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്ന സാഹചര്യത്തിൽ ഈജിപ്ത്, ഖത്തർ, US, ഫ്രാൻസ് തുടങ്ങി വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ ഇസ്രായേൽ ഹമാസ് യുദ്ധം നിർത്തുന്നതിനും ഗാസയിൽ ബന്ദികളാക്കപ്പെട്ടവരുടെ മോചനത്തിനുമായുള്ള അടിയന്തര മാർഗങ്ങൾ തിരയുകയാണ്. ഇംഗ്ലണ്ടിനെതിരായ ടെസ്റ്റ് പരമ്പര സ്വന്തമാക്കി ടീം ഇന്ത്യ. റാഞ്ചിയിൽ നടന്ന 4ാം മത്സരത്തിൽ ഇന്ത്യക്ക് 5 വിക്കറ്റിന്റെ മിന്നും ജയം. ഇംഗ്ലണ്ട് ഉയർത്തിയ 192 റൺസ് വിജയലക്ഷ്യം ഒരു സെഷനും ഒരു ദിവസവും ബാക്കി നിൽക്കെയാണ് ഇന്ത്യ മറികടന്നത്. ടെസ്റ്റ് പരമ്പരയിലെ 5ാമത്തെയും അവസാനത്തെയും മത്സരം മാർച്ച് 7 മുതൽ ധർമ്മശാലയിൽ ആരംഭിക്കും. നേരത്തെ റാഞ്ചി ടെസ്റ്റിൽ ടോസ് നേടിയ ഇംഗ്ലണ്ട് ആദ്യം ബാറ്റ് ചെയ്യാൻ തീരുമാനിക്കുകയായിരുന്നു. 122 റൺസ് എടുത്ത് ജോ റൂട്ട് തിളങ്ങിയപ്പോൾ ഇംഗ്ലണ്ട് ആദ്യ ഇന്നിംഗ്സിൽ 353 റൺസ് നേടിയിരുന്നു. ഇന്ത്യക്ക് വേണ്ടി രവീന്ദ്ര ജഡേജ 4 വിക്കറ്റുകൾ വീഴ്ത്തി. ഇന്ത്യയാവട്ടെ ആദ്യ ഇന്നിംഗ്സിൽ 307 റൺസിനാണ് വീണത്. 90 റൺസ് എടുത്ത ധ്രുവ് ജൂറലായിരുന്നു ടീമിന്റെ ടോപ്പ് സ്കോറർ. 73 റൺസ് നേടി യശസ്വി ജയ്സ്വാളും ഇന്ത്യൻ നിരയിൽ തിളങ്ങി. 46 റൺസിന്റെ 1ാം ഇന്നിംഗ്സ് ലീഡുമായി ഇംഗ്ലണ്ട് കളിച്ചെങ്കിലും 2ാം ഇന്നിംഗ്സിൽ തകർന്നു. അശ്വിൻ 5 വിക്കറ്റും കുൽദീപ് 4 വിക്കറ്റും വീഴ്ത്തിയതോടെ ഇംഗ്ലണ്ട് വെറും 145 റൺസിന് പുറത്താക്കുകയായിരുന്നു. ടെസ്റ്റ് പരമ്പരയിലെ 5ാമത്തെയും അവസാനത്തെയും മത്സരം മാർച്ച് 7 മുതൽ ധർമ്മശാലയിൽ ആരംഭിക്കും. ഇതോടെ ഗുഡ്നസ് ഈവനിംഗ് ന്യൂസ് അവസാനിക്കുന്നു. കൂടുതൽ വാർത്താ അപ്ഡേറ്റുകൾക്കായി ഗുഡ്നസ് ഓൺലൈൻ സന്ദർശിക്കുക.